ഈ ദുനിയാവ് ഇത് മുഅ്മിനിന്റെ നരകമാണ്. എന്നാലോ കാഫിറിന്റെ സ്വർഗവും മുഅ്മിനായ മനുഷ്യന്റെ ജയിലറയുമാണ് ഈ ദുനിയാവ്. സുബ്ഹാനല്ലാഹ്. ഒരു ജയിലറയിൽ കിടക്കുന്ന തടവുപള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ തടവുപള്ളിക്ക് ആഗ്രഹിച്ചതെല്ലാം ലഭിക്കാറില്ലല്ലോ. ആ തടവുപള്ളിക്ക് സുഖമായ ജീവിതം പലപ്പോഴും ലഭിക്കാറില്ലല്ലോ. എന്നാ ഈ ദുനിയാവ് ഈമാനുള്ളവന് നരക സമാനമാ. എന്നാൽ കാഫിറനോ ഈ ദുനിയാവ് സ്വർഗ സമാനമാ. അതേ ഈമാനുള്ളവനോട് എടാ കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്, അന്യപെണ്ണിനെ നോക്കാൻ പാടില്ല എന്ന് പറയുകയാണ്, അതുപോലെ ചൂതാട്ടവുമായിട്ട് നടക്കരുത് എന്ന് പറയുകയാണ്. അതുപോലെ പലപ്പോഴും നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള പല വിഷയങ്ങളോ ഈ ദുനിയാവിൽ നമുക്ക് നിരോധനമുള്ളതാ. എന്നാൽ ഈമാനില്ലാത്തവനതാ കള്ളു കുടിക്കുന്നു, അവനതാ വല്ല ഇഷ്ടത്തിന് ജീവിക്കുന്നു, അവനതാ വല്ല സുഖത്തിൽ ജീവിക്കുന്നു, അവന് ചിലപ്പോൾ ടെൻഷനില്ല, പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല, ഒരു യാതനയുമില്ലാതെ ജീവിക്കുന്നു. എന്നാൽ നിസ്കരിക്കുന്ന എനിക്ക് വലിയ പ്രയാസമാണ്, നോമ്പ് നോൽക്കുന്ന എനിക്ക് വലിയ രോഗമാണ്. എന്തേ അള്ളാഹു നിസ്കരിക്കുന്ന എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ആ ഒരു വിചാരം ഒരിക്കലും തന്നെ ഈമാനുള്ളവന് ഉണ്ടാകാൻ പാടില്ല. ഈമാനുള്ള ആളുകൾക്ക് ഈ ദുനിയാവ് നരക സമാനമാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ വലിയ വിശ്വാസം വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ ദുനിയാവിൽ ഒരു പരീക്ഷണവും അവർക്ക് ഉണ്ടാകൂല എന്ന് പറയുകയാണെങ്കിൽ ആദ്യം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ആരാ? അത് മഹാന്മാരായ പ്രവാചകന്മാരാണ്. ആദ്യം പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് മഹാന്മാരായ പ്രവാചകന്മാരല്ലേ? കാരണം അവരെക്കാളും വിശ്വാസത്തിൽ തീവ്രതയില്ല, ഉറച്ച വിശ്വാസമില്ല, ആദർശബോധമുള്ള ഒരാൾ പോലും ഉണ്ടാകൂലല്ലോ. എന്നാലോ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ആ പ്രവാചകന്മാരെ മുഴുവനും അവരുടെ ജീവിതമൊന്ന് പരീക്ഷണം നടത്തിയാൽ, ആ ജീവിതമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പ്രവാചകന്മാരും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണല്ലോ. ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് വലിയ പരീക്ഷണത്തിന് വിധേയമാവുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിയപ്പെടുകയാണ്. അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കാനുള്ള കൽപ്പന വരികയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ എറിയപ്പെടുകയാണ്. അതുപോലെ ജയിലറയിലിടുന്നു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്ന അവസ്ഥയിലെത്തിക്കുകയാണ്. അതുപോലെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനുമായിട്ടുള്ള വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. ഇങ്ങനെ ഏതേത് പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചാലും അവരെല്ലാം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാ. അവരെല്ലാവരും വലിയ സുഖത്തിൽ ജീവിച്ചവരല്ലല്ലോ. ഏറ്റവും വലിയ വിശ്വാസികളായ പ്രവാചകന്മാര് അവര് വലിയ വലിയ
പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ, ഈമാൻ കുറഞ്ഞ നമ്മള് വിശ്വാസമുണ്ട് എന്നതിന്റെ പേരില് പരീക്ഷണങ്ങളിൽ ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തന്നെ വെറുതെയാണ് കേട്ടോ. ആ വിചാരം തന്നെ അത് അസ്ഥാനത്താണ് കേട്ടോ. ഏത് പ്രവാചകന്മാരെ പരിശോധിച്ചാലും അവരെല്ലാം വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം മുഴുവനും പരീക്ഷണം. സുബ്ഹാനല്ലാഹ്, മക്കളില്ല. 100 വയസ്സ് വരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയല്ലേ. അവസാനം ഒരു പൊന്നുമോനെ കിട്ടുന്നു. കിട്ടിയപ്പോഴോ ആ പൊന്നുമോനെ കളിപ്പിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഇബ്രാഹിം നബിയോട് പറഞ്ഞില്ലേ, ഭാര്യയെയും മകനെയും ജനതാമസമില്ലാത്ത മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയി ആക്കി പോരണം. സുബ്ഹാനല്ലാഹ്, 100 കൊല്ലം മക്കളില്ല എന്ന വേദന അനുഭവിച്ചൊരു പിതാവ് ഒരു കുട്ടിയുണ്ടായ സന്തോഷത്തിൽ ആ കുട്ടിയെ കളിപ്പിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഭാര്യയെയും കുട്ടിയെയും ഒരാളുമില്ലാത്ത പഴവർഗ്ഗങ്ങളോ ഭക്ഷ്യോഗ്യമായ സാധനങ്ങളോ കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ അവിടെയാ കൊണ്ടുപോയി ഇടാൻ പറയുന്നത്. ഇതൊക്കെ ചരിത്രം പറയുമ്പോ പറയാൻ നല്ല സുഖാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്കൊന്നും അത് താങ്ങാൻ കഴിയൂല. അള്ളാഹു അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളിലും നമ്മൾ ആരെയും പെടുത്താതിരിക്കട്ടെ. സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. കുടുംബത്തിലും അല്ലാതെയും അയൽവാസികളിലും നാട്ടുകാരിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലൊക്കെ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വലിയ ഹഖ് കൊണ്ട് അവർക്കൊക്കെ നീ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് നീ നല്ല സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, മക്കളില്ലാത്തതിന്റെ വിഷമം അത് മക്കളില്ലാത്തവർക്കേ മനസ്സിലാകും. അതുപോലെ 100 കൊല്ലം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് ഒരു നല്ല കൺമണിയെ ലഭിച്ചപ്പോൾ അതിനെ കളിപ്പിച്ച് കൊതി തീരുന്നതിന് മുമ്പ് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി പോരാൻ പറയുകയാണ്. എന്തൊരു പരീക്ഷണമാണ്! നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവസാനം കാണാൻ ചെന്ന സമയത്താണ് അറുക്കാനുള്ള കൽപ്പന വരുന്നത്. ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ ജീവിതം മുഴുക്ക പരീക്ഷണമാണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും പരീക്ഷണമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെറുപ്പത്തിൽ തന്നെ കിണറ്റിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. പിന്നീട് മഹാനവറുകളെ കൊല്ലങ്ങളോളം ജയിലിൽ അടക്കപ്പെടുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യം വിഴുങ്ങുകയാണ്. ആ മത്സ്യത്തിന്റെ ഇരുട്ടറയിൽ കുടുങ്ങുന്ന രംഗം സുബ്ഹാനല്ലാഹ് ആലോചിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമോ ഫിർഔനുമായിട്ട് പല കോലത്തിലും അവിടുന്ന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയാണ്. ഇങ്ങനെ കഴിഞ്ഞു പോയ ഏത് പ്രവാചകന്മാരെ പരിശോധിച്ചാലും അവരെല്ലാവരും വലിയ വലിയ പരീക്ഷണങ്ങൾ സഹിച്ചവരാണ്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമോ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ പരീക്ഷണമല്ലേ. അവിടുന്ന് വളർന്നത് തന്നെ അനാഥനായിട്ടാ.
മുത്തുനബി പിറക്കുന്നതിന് മുമ്പ് തന്നെ പിതാവാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. 6-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് പൊന്നാര ഉമ്മ ലോകത്തോട് വിട പറയുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലെ പ്രബോധനങ്ങളുടെ അവസരത്തില് ശത്രുക്കളുടെ വലിയ വലിയ അക്രമങ്ങളും ഉപരോധങ്ങളും ലഭിതങ്ങളെ സഹിക്കേണ്ടി വരികയാണ്. അങ്ങനെ എല്ലാവിധ പ്രയാസങ്ങളും വന്നപ്പോ അതേ മുത്തുനബിയുടെ മനസ്സിലുണ്ട് മാലി വലിദ്ദുനിയാ അതേ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ കിടക്കുന്നത് പോലെ ഈ ദുനിയാവിൽ ഒരല്പകാലം ജീവിക്കാൻ മാത്രമുള്ള ഇടമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലുള്ള പ്രയാസങ്ങള് അത് വലിയ കാര്യമാക്കേണ്ടതില്ല. അത് നമ്മൾ വലിയ പരിഗണിക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മഹാനായ മുസ്അബ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. മഹാനവറുകൾ പറയാണ് ഖുൽതു യാ റസൂലല്ലാഹ്, മഹാനായ മുസ്അബ് ഇബ്നു സഅദ് തങ്ങളുടെ പിതാവ് നബി തങ്ങളുടെ സമീപത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ല നബിയേ, അയ്യുൽ നാസി അശദ്ദു ബലാഅ, ജനങ്ങളെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ആർക്കാണ് ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്, എല്ലാ ആളുകളും നമ്മളിലൊക്കെ എല്ലാ ആളുകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണം ഉണ്ടാകും. സർവസുഖത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാ ആളുകളും. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ണൂരിൽ നിന്നുള്ള ഒരു സഹോദരൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, വീട്ടിൽ ഒരു സമാധാനവും ഇല്ല, സമാധാനത്തോടെ വീട്ടിൽ താമസിച്ചിട്ട് കാലങ്ങളായി. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രയാസം, ഇങ്ങനെ പ്രയാസങ്ങളാണ്, പരീക്ഷണങ്ങളാണ്. എന്നാൽ നബി തങ്ങളോട് മുസ്അബ് ഇബ്നു സഅദ് തങ്ങളുടെ പിതാവ് ചോദിക്കുകയാണ്, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക ആർക്കാണ്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്, ഈമാനില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് എന്നല്ല, സുന്നിയല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് എന്നല്ല. പിന്നെയോ അവിടുന്ന് പറഞ്ഞു, അൽ അംബിയാ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക അത് അംബിയാക്കൾക്കാണ്, പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാർക്ക് ഈമാനിന്റെ കുറവല്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. പ്രവാചകന്മാർക്ക് വിശ്വാസത്തിന്റെ കുറവുണ്ട് എന്ന് ഈമാനിൽ ഒരാൾക്കും പറയാൻ കഴിയില്ലല്ലോ. എന്നാൽ ആ പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാവുക. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പിന്നെയോ സുമ്മൽ അംസൽ, പിന്നെ പ്രവാചകന്മാരെ പോലെ ജീവിക്കുന്ന വലിയ മഹത്തുക്കളായ ഔലിയാക്കന്മാർ, അവർ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ്. അവർക്കും വലിയ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഔലിയാക്കളായി വിലായത്തിന്റെ പദവിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുക എന്നല്ലല്ലോ. അല്ലാഹു തആല പരീക്ഷണങ്ങൾ ഒന്നിന്റെ പിറകെ ഒന്നായി നടത്തും. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ എത്ര പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട്. അതുപോലെ റിഫായി തങ്ങൾ എത്ര പരീക്ഷണങ്ങളെയാണ് നേരിട്ടിട്ടുള്ളത്. അതുപോലെ ഔലിയാക്കന്മാരുടെ ജീവിതങ്ങളെ പരിശോധിച്ചാൽ അവരെല്ലാം പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ വന്നു വരാം. പിന്നെയോ
പിന്നെ അള്ളാന്റെ റസൂല് പറയുന്നൊരു വാക്കുണ്ട്, സുബ്ഹാനല്ലാഹ്. അവിടുന്ന് പറയാൻ ഫയുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി, ഫയുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി. ഒരാളിൽ എത്രത്തോളമാണ് മതബോധമുള്ളത്, അള്ളാനെ പേടിയുള്ളത്, അത്രത്തോളം അവനെ ഈ ദുനിയാവിൽ വെച്ച് പരീക്ഷിക്കപ്പെടും. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഈമാനുള്ളോന് നല്ല ഉറച്ച ഈമാനാണോ നല്ല പരീക്ഷ ഉണ്ടാകും. എന്നിട്ട് നബി തങ്ങൾ പറയാൻ ഫഇൻ കാന ദീനുഹു സുൽബൻ, അവന്റെ ദീന് നല്ല ഉറച്ചതാണെങ്കിൽ ഇസ്തദ്ദ ബലാഉഹു, അവന്റെ പരീക്ഷണത്തിന് ശക്തി കൂടും. എന്നാലോ വഇൻ കാന ഫീ ദീനിഹി റിഖാം, വോൾട്ടേജ് കുറഞ്ഞ ഈമാനുള്ളവനാണ്, വോൾട്ടേജ് കുറവാണ് അവന്റെ ഈമാനിന്, നല്ല ഈമാനില്ല, അടിയുറച്ച ഈമാനില്ല. അങ്ങനെയാണെങ്കിൽ അവന് പരീക്ഷണങ്ങൾ അവന്റെ ദീനിന്റെ അത്രേ ഉണ്ടാവുകയുള്ളൂ. നല്ല ഉറച്ച ദീനാണെങ്കിൽ നല്ല പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ ദുനിയാവിൽ വെച്ച് ശക്തമായ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. എന്നാൽ ഈമാൻ കുറവാണോ, ദുനിയാവിലുള്ള പരീക്ഷണങ്ങളും കുറവാണ് കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വല്ലാതെ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ പറയുന്ന ആളുകളില്ലേ, മനസ്സിലാക്കണം, അള്ളാഹ് പരീക്ഷിക്കുന്നത് ഒരു മനുഷ്യന്റെ ദീന് നോക്കിയിട്ടാണ്. നല്ല അടിയുറച്ച ദീനാണോ, നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഈമാനുള്ളവനെ പരീക്ഷിക്കുന്നതിന്റെ കോലമാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈമാനില്ലാത്ത ആൾക്ക് ഒരു പരീക്ഷണം ഉണ്ടാവില്ല എന്നല്ല. പിന്നെയോ ഈമാൻ ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു പരീക്ഷണങ്ങളും എനിക്ക് ഉണ്ടാകരുത്, ഉണ്ടാവൂല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. മുഅ്മിനീങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയാൻ ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യത്റുകഹു യംസി അലൽ അർളി മാ അലൈഹി ഖതിആ. പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്നിന്റെ പിറകെ ഒന്നായി വന്ന് ആ പരീക്ഷണങ്ങളെ മുഴുവനും അവനങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതേ ഒരു പാപവും ഇല്ലാത്ത, ഒരു ദോഷവും ഇല്ലാത്ത സാഹചര്യം അല്ലാഹു തആല അവന് നൽകുമെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഐനുൽ നൂറിലെ മജ്ലിസ് കേൾക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്, അതുപോലെ കുറെ സഹോദരന്മാരുണ്ട്, യുവാക്കളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, അതേ വീട്ടിലുള്ള ഉപ്പമാരുണ്ട്. ഉസ്താദേ, രോഗമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, സമാധാനമില്ല, മക്കള് നന്നാവുന്നില്ല, ഇതുപോലെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോ അതേ ആ ബുദ്ധിമുട്ടുകളെ, അള്ളാന്റെ പരീക്ഷണങ്ങളെ ഒരിക്കലും നല്ല വെറുക്കാൻ പാടില്ല കേട്ടോ. ഒരിക്കലും നല്ല നമ്മൾ വെറുക്കരുത് കേട്ടോ. അതേ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ, അല്ലാഹു തആല അവന്റെ ഒരു അടിമക്ക് നല്ല ഗുണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കൊടുത്താൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയാ,
അവൻ ഈ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്തതിനുള്ള ദോഷങ്ങളൊക്കെ അല്ലാഹു തആല അതിനുള്ള ശിക്ഷകളൊക്കെ അല്ലാഹു തആല നൽകുന്നു. അല്ലാഹു ഒരടിമക്ക് ആഖിറത്തിൽ വെച്ച് വലിയ സ്ഥാനം നൽകണം എന്ന് ഉദ്ദേശിച്ചാൽ അവൻ ഈ ദുനിയാവിൽ വെച്ച് ചെയ്യുന്നതിന്റെ ശിക്ഷകളൊക്കെ അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങ് കൊടുക്കും. അത് ചിലപ്പോ സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കാം, അത് ചിലപ്പോ ശാരീരികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, അത് ചിലപ്പോൾ സന്താന സൗഭാഗ്യം ഇല്ലാതെ ആയിരിക്കാം, അത് ചിലപ്പോൾ വീടില്ലാതെ വാടക വീടുകളിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി മാറി ജീവിതം മുഴുവനും കഴിഞ്ഞു പോകുന്ന കോലത്തിലുള്ള ഒരു പരീക്ഷണമാവാം. ഈ പരീക്ഷണങ്ങളെല്ലാം അല്ലാഹു തആല ആഖിറത്തിൽ നമുക്ക് ഗുണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതിന്റെ പേരിലാണ്. എന്നാലോ വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അശ്ശറ, അല്ലാഹു തആല ഒരു അടിമക്ക് ശർറ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ. അല്ലാഹു തആല ഒരു അടിമക്ക് ശർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് അവൻ ചെയ്യുന്ന ദോഷങ്ങൾ മുഴുവനും അല്ലാഹു പിടിച്ചു വെക്കുകയാണ്. അല്ലാഹു തആല അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. എന്തിനാണ് അല്ലാഹു സൂക്ഷിക്കുന്നത്? ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അതിനുള്ള പ്രതിഫലം നൽകാനാ, അതിനുള്ള ശിക്ഷ നൽകാനാ.